ഹായ് ഓൾ, എൻ്റെ പേര് അഞ്ജിമ. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 2021-23 ബാച്ചിൽ MSc അപ്ലൈഡ് സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒരു 900 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാമ്പസുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വരുന്നത് SJ ക്യാമ്പസിലാണ്. നമ്മുടെ ഒരു SJ എന്ന് പറയുന്ന ഒരു ക്യാമ്പസിനെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിനേക്കാൾ വലുപ്പത്തിലാണ് അവിടെ നമ്മുടെ ഒരു ചെറിയ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വരുന്ന ഒരു ക്യാമ്പസിൻ്റെ വലിപ്പം ഉണ്ടാവുക. ഇപ്പോൾ നാട്ടിലുള്ള ഒരു സാധാരണ ക്യാമ്പസിനെ അപേക്ഷിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മുടെ കോളേജിലൊക്കെ നടക്കുന്നത് ഒരുപാട് പ്രോഗ്രാംസ് നടക്കും. അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ സെമിനാർസും പേപ്പർ പ്രസൻറ്റേഷനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ അവതരിപ്പിക്കുന്ന ആളുകളും അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന സ്കോളേഴ്സ് ആണെങ്കിൽ കൂടി അവരായിട്ടൊക്കെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു നോളജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ UG ചെയ്തിട്ടുള്ളത് നാട്ടിലുള്ളൊരു സാധാരണ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി വേറിട്ടൊരു അനുഭവം തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ അക്കാദമിക്സിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ അൺഅക്കാദമിക്സ് ആയാലും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ള ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ആവുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന സമയത്താണ്. കാര്യം മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പഠിക്കുക, അതിനുള്ള റിസോഴ്സസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ലൈബ്രറീസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ആയാലും നമുക്ക് ഫാക്കൽറ്റീസിനൊക്കെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് കൂടി ഞങ്ങളുടെ ഫാക്കൽറ്റീസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു 24 hours ഓപ്പൺ ക്യാമ്പസാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊരു നാട്ടിൽ വളരെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിൾ സ്പേസിൽ ഒതുങ്ങി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാനോ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ നടക്കാനൊന്നും ആൾക്കാരുണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനും അല്ലെങ്കിൽ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആളുകളായിട്ട് അവിടെ കൂടുതൽ ഇൻട്രാക്ഷൻ തരുന്നത്. ഇപ്പോൾ മലയാളി ഗ്യാങ്ങുമായിട്ട് മാത്രം നടക്കുന്ന നമ്മുടെ ഒരു കംഫർട്ടബിൾ ലെവലിൽ നിന്ന് നമ്മൾ കൂടുതൽ പുറത്തുള്ള, അതായത് ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്. പുറത്തുള്ള ആളുകളായിട്ട് കൂടുതൽ പരിചയപ്പെടുക, അവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് നടക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഓണം, വിഷു, പെരുന്നാൾ ഇങ്ങനെ 3 കാര്യങ്ങളല്ലേ നടക്കുള്ളൂ. പക്ഷേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഓരോ സ്റ്റേറ്റിലും എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ, നമുക്ക് ഓണമുള്ള പോലെ അവർക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ വഴി നമ്മുടെ ലാംഗ്വേജ് ഒരുവിധം നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. കാര്യം എന്താ വെച്ചാൽ ഒരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിട്ടുള്ള എനിക്ക് കുറച്ച് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് മര്യാദയ്ക്ക് പറയാൻ പഠിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് വഴിയാണ്. നമ്മുടെ ഫ്രണ്ട്സിനോട് അവർ ഹിന്ദി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭാഷയെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അതിൽ സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളീസിനേക്കാളും നല്ല ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോൺ മലയാളീസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ലൈഫിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തൊക്കെ തുടങ്ങി ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സ്റ്റേറ്റിലേക്കൊക്കെ ശരിക്കും എത്തിയത് ഇങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചതുകൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ തനിയെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേഴ്സണലി വളരെ വലിയൊരു ഡെവലപ്മെൻറ്റ് നമുക്ക് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അപ്പം മനസ്സിലാവില്ലെങ്കിലും നമ്മളത് അവിടെ നിന്ന് തിരിച്ചെത്തുന്ന സമയത്ത് നമ്മളായിരിക്കില്ല നമ്മളിവിടെ എത്തുന്ന സമയത്ത്. പിന്നെ അവിടെയുള്ള പ്രോഗ്രാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡെയിലി എന്ന് പറഞ്ഞ പോലെ അവിടെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റ്, അല്ലെങ്കിൽ ആർട്സ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി, എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവിടെ നടക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ല, എന്നും അവിടെ പ്രോഗ്രാമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു PG കാലഘട്ടം മൊത്തം നമ്മൾ പഠിക്കുക എന്നുള്ളൊരു അനുഭവത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു 2 വർഷം കടന്നു പോകുന്നത്. പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഒരു പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മെയിനായിട്ടും പറയാനുള്ളത് ബീച്ചസിനെ കുറിച്ചാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ബീച്ചാണ്. അതായത് ഇപ്പോൾ രാവിലെ എണീറ്റാൽ നമുക്ക് സൺറൈസ് ഒക്കെ കാണാൻ ജസ്റ്റ് നടന്നു പോയാൽ നമുക്ക് ബീച്ചിലെത്താം എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള പ്രഭാതങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രിയാണെങ്കിലും നമുക്ക് 24 hours ഓപ്പൺ ക്യാമ്പസാണ്. അപ്പോൾ നമുക്ക് അവിടെ അടുത്തുള്ള ബീച്ചസിലൊക്കെ പോവാം.
പിന്നെ അവിടുത്തെ ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ല അടിപൊളി ഹോസ്റ്റൽസ് ആയിരുന്നു. 24 hours ഓപ്പൺ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം, തിരിച്ചു പോവാം. അത്യാവശ്യം എല്ലാത്തരം സൗകര്യങ്ങളും ഉള്ള ഒരു റൂമിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മെസ്സിലെ ഫുഡൊക്കെ വളരെ വ്യത്യസ്തമാണെങ്കിലും നമുക്ക് പുറത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോയി നൈറ്റൊക്കെ പുറത്ത് പോയി കഴിക്കുന്ന സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ പ്രത്യേക മസാലാസും ഒക്കെയുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറും ആൾക്കാരും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, നാട്ടിൽ പഠിച്ചാൽ പോരെ, എന്തിനാണ് ഒരു പുറത്ത് പോയി പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് തമ്മിൽ വളരെ വലിയ തരത്തിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അക്കാദമിക്സ് എന്ന് പറയുന്നത് എവിടെ പോയാലും നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമ്മളെ വളരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഹയർ സ്റ്റഡീസിന് തയ്യാറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ മാർക്ക് അവിടെ ഒരു മാനദണ്ഡമല്ല. എൻട്രൻസ് ബേസിലാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എൻട്രൻസിൽ സ്കോർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടാവുക. ഒരു സബ്ജക്ട് നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ നല്ലൊരു കരിയർ ഉണ്ടാവാൻ, നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും എൻട്രൻസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഫോക്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളെല്ലാവരും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.